ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇവിടെയും ചെയ്തെന്ന്. ഇവിടെ കുറച്ച് നമ്മുടെ കൂരിയാട് ഇപ്പോ വർക്ക് നടക്കുന്ന ഭാഗങ്ങൾ കണ്ടില്ല. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും കൂരിയാട് വന്നിരിക്കുകയാണ്. കൂരിയാട് സർവീസ് റോഡിന്റെ ഭാഗത്ത് കുറെ വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ വയഡക്റ്റിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു, വാഹനങ്ങൾ ഓടുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ സർവീസ് റോഡിന്റെ ഭാഗത്ത് ഒരുപാട് വർക്കുകൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ആ വർക്കുകൾ വിശദമായിട്ടാണ് ഇന്ന് നോക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്നിരുന്ന സർവീസ് റോഡിന്റെ ഭാഗം. സർവീസ് റോഡിന്റെ ഭാഗം ഇപ്പോൾ ഇങ്ങനെ അടച്ചു കിടക്കുകയാണ്. ആ ഭാഗത്ത് അവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പാടത്തുനിന്ന് ഈ സൈഡിലേക്ക് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ പുതുതായിട്ട് ഇതാ ക്രാഷ് ബാരിയറിന് പെയിന്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അതാണ് അച്ഛനമ്പലം അങ്ങോട്ട് പോകുന്ന റോഡ് കേട്ടോ. ഇവിടെയൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞ ഭാഗമാണ്. ഇപ്പോൾ ആകെ ചളിയായി മണ്ണൊക്കെ ആയി കിടക്കുകയാണ്. അവിടെ JCB മെറ്റൽ കൊണ്ടുകൊടുക്കുന്ന മെഷീന് അങ്ങനെയൊക്കെ ഉണ്ട്. താഴ്വശമൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ താഴ്വശത്തേനെ ഈ പൈപ്പുകൾ വെക്കാനുള്ള വർക്കുകൾ ബാക്കിയുണ്ട്. അങ്ങനെ ഫിനിഷിങ് വർക്കുകൾ ഒരുപാട് ബാക്കിയുണ്ട്. വേഗത്തിൽ തുറന്നു കൊടുത്ത് വാഹനങ്ങൾ കടത്തി വിടാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ഫിനിഷിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇനി ഇവിടെ ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ ആ ഭാഗത്തൊക്കെ മുൻവശത്തേക്ക് അവർ പൈപ്പ് ഫിറ്റാക്കുന്നുണ്ട്. കണ്ടില്ലേ, വെള്ളം ഒഴുകി പോകാനുള്ള പൈപ്പുകൾ, അങ്ങനെയുള്ള പൈപ്പുകൾ വെക്കുന്നുണ്ട്. അതിനു വേണ്ടി വന്നതാണ് ഈ ക്രെയിന്. ഇവിടെയൊക്കെ പൈപ്പ് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പുതുതായിട്ട് പൈപ്പുകൾ വെച്ച് കഴിഞ്ഞു. ആ ഭാഗം വരെ പൈപ്പുകൾ വെച്ചു. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് കരിങ്കല്ല് കൊടുന്ന് കൂട്ടിയത് കാണുന്നുണ്ട്. എന്തിനാന്ന് അറിയില്ല. അവിടെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ കുറേ വർക്കിന് വേണ്ടിയുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. ആ കമ്പികളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ഫിനിഷിംഗ് വർക്കുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് മുൻവശത്ത് അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനിയും പെയിന്റിങ് ഒക്കെ വരാനുണ്ട്. ഇവിടെ പെയിന്റിങ് ഫില്ലറിന് വരാനുണ്ട്. അങ്ങനെ പുട്ടിപ്പണികൾ, അങ്ങനെയൊക്കെ കുറേ വർക്കുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ നേരത്തെ ഇതുവഴി വാഹനങ്ങൾ താൽക്കാലികമായിട്ട് കടന്നു പോയിൻ്റെ ഭാഗം ഇതാണ്. ഇനിയും ഇവിടെ ക്രാഷ് ബാരിയർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ എത്രയും ക്രാഷ് ബാരിയർ ഉള്ളൂ. ഈ ഭാഗത്തൊന്നും ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല. ഒരുപാട് വർക്കുകൾ ഇനിയും വരാനുണ്ട്. ഇനിയും മാസങ്ങളോളം എടുക്കുന്ന വർക്കുകൾ ഇവിടെ ബാക്കിയുണ്ട്. സർവീസ് റോഡിന്റെ ഭാഗത്തായാലും ഈ ഫില്ലറിൽ പെയിന്റിങ്, പുട്ടിയിടല്, അതുപോലെ ഹോളില് ആ ഭാഗത്തൊക്കെ വെള്ളം ഒഴുകി പോകാനുള്ള ഭാഗത്തൊക്കെ ക്ലിയർ ചെയ്യാൻ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് എന്തോ വർക്കുകൾ നടക്കുന്നുണ്ട്, ഡ്രൈനേജിൻ്റെ വർക്കുകൾ. അത് അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് എന്താണ് ചെയ്യുന്നത്. നേരത്തെ ഈ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. ഇപ്പം കുറേ മണ്ണ് കൂട്ടിയിട്ട് കാണാം, ചെളിയൊക്കെ ആയി കിടക്കുകയാണ്. ഇവിടെ 2 ഇറ്റാച്ചിയൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് മണ്ണ് കുറേ കൂട്ടിയിട്ട് ഇവിടെ ആകെ ചളിയായി കിടക്കുകയാണ്. 2 ഭാഗത്തേക്കും ഈ ഒരു സർവീസ് റോഡിന്റെ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്നതും വരുന്നതും കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ മുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അധികവും ഇപ്പം ഈ നമ്മുടെ ഈ പ്രദേശത്തുള്ള വാഹനങ്ങളൊക്കെ കാരണം ഈ താഴ്വശത്തു കൂടെ പോകുന്നത്. ദീർഘദൂര വാഹനങ്ങളൊക്കെ മുകളിലൂടെ പോയതോടെ കുറേ ബ്ലോക്ക് ഒഴിവായി. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രൈനേജിന് വേണ്ടി കീറിയൊരു ഭാഗം കാണുന്നുണ്ട്. അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം. ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടില്ല, അവിടെ ഒരു സൈഡിൽ 2 വാള് കൊടുത്ത് ഇതിൻ്റെ താഴ്വശത്ത് ഒരു ഡ്രൈനേജ്. എന്തൊക്കെയാണ് വരുന്നത്, ഡിസൈന് എങ്ങനെയാണെന്ന് നമുക്ക് വന്നാലേ അറിയുള്ളൂ. അങ്ങനെയാണ് കിടക്കുന്നത്. നേരത്തെ തന്നെ ഈ താഴ്വശമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചിരുന്നു. ഇപ്പം സൈഡിൽ വലിയ നല്ല കനത്തിലുള്ള ഒരു 20-25 ഇഞ്ചൊക്കെ കാണും. അത്രയും കനത്തിലുള്ള കോൺക്രീറ്റ് വാളാണ് വരുന്നത്. മുകളിലും അതുപോലെ നല്ല കനത്തിലുള്ള കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. അത് ഇങ്ങനെ എന്താ ചെയ്യുന്ന
അവിടെ റോഡിന്റെ സർവീസ് റോഡിന്റെ ഭാഗത്ത് ഒരു പാലം പോലെ വരാനായിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ മണ്ണിട്ട് മൂടാനോ അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. ഇവിടെയൊക്കെ കണ്ടില്ലേ, കുറച്ച് ക്ലിയർ കുറവാണ്. ഞാൻ മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം. പെയിന്റിങ് ചെയ്യുന്നുണ്ട്. തമാശ ആയിട്ട് പറയണേ, ഇയാള് നല്ല പണിയെടുക്കുന്നത് വീഡിയോയിൽ കാണിക്കാറായിട്ട്. ഇയാള് അവിടെ ഒരു എന്തോ സിമെന്റ് ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത്. അപ്പൊ ഇവിടെ ഈ ഭാഗത്താണ് പെയിന്റ് ചെയ്തത്. എന്തോ ക്ലിയർ കുറച്ച് കുറവായിട്ട് തോന്നുന്നു. അങ്ങോട്ട് വെളിച്ചില്ലാഞ്ഞിട്ടാണ്. ഇത്രയും ഭാഗത്തൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റാൻഡുകളൊക്കെ. ഇതാണ് മണ്ണ് കൂട്ടി കിടക്കുന്ന ഭാഗം. നമുക്ക് തോട് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതിൽ നിന്നാണ് ഇത് കറണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൽ ഒരു പക്ഷെ കളറ് ഒരു ബ്ലൂ കളറൊക്കെ, ഇത് പച്ച കളറാണ്. എന്തോ എനിക്കറിയില്ല. ഞാൻ ഇത് വീഡിയോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയായിട്ടാണ് കാണുന്നത്. ഇത് നേരിട്ട് കാണുമ്പോൾ പച്ച കളറും ഇതിലൊരു ബ്ലൂ കളറും. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. വെള്ളം ഒഴുകി പോവാൻ ഉള്ള ഒരു ഭാഗം കല്ലുകൾ പതിച്ച് കുറച്ച് ഭാഗം ഇങ്ങനെ ഒരു ചെറിയൊരു തോട് പോലെ ആക്കിയിട്ട് വെള്ളം ഒഴുകി പോകാനുള്ളത്. ഇങ്ങനെ തന്നെയാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിലും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറ്റിപ്പുറം ഭാഗത്തും ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കല്ല് പതിച്ച ഭാഗത്തിന് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വിടും. ഇനി മുകൾ ഭാഗത്ത് ടാറിങ് റോഡ് വരാനുള്ളത്, ആ റോഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ക്ലിയർ ആക്കി കൊണ്ടുവരുന്നുണ്ടാവും. ഇതാണ് വർക്കേഴ്സ്. ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവര്. ഇവിടെ പുതിയ ഷട്ടർ വെക്കാണ്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെയും ഒരു ഡ്രെയിനേജ് വരുന്നുണ്ട്. ആ ഭാഗത്ത് പാടൊക്കെ മറ്റേ കൃഷിക്കൊക്കെ കൂട്ടിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ JCBയും വണ്ടികളൊക്കെ പോയിട്ട് നല്ല പച്ചപ്പുണ്ട്. ഇവിടെ 3 ഇങ്ങനെ വെള്ളം ഒഴുകി പോകാനുള്ള ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കൂടുതൽ വർക്ക് അവിടേക്കൊക്കെ വരാനുണ്ട്. അപ്പോൾ വളരെ സേഫ്റ്റിയിലാണ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ ഇങ്ങനെയൊന്നും ചെയ്യാതെ റോഡ് ടാർ ചെയ്യുക, കുറച്ച് ഭാഗം ഇവിടെ ഒരു ക്രാഷ് ബാരിയർ കൊടുക്കുക, അത്രയും സിമ്പിളായിട്ടാണ് അവർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് റോഡ് താന്നു പോകാനും വലിയൊരു പണിയൊക്കെ കിട്ടിയത്. കണ്ടില്ലേ, ഈ ഭാഗത്ത് പെയിന്റ് ചെയ്തത്, അവിടെ സെൻറ്റർ ഭാഗത്ത് പെയിന്റ് ചെയ്തത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി ഫുൾ വർക്ക് കഴിയാൻ ഇനിയും മാസങ്ങൾ എടുക്കുമെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഈ സർവീസ് റോഡിന്റെ ഭാഗം തന്നെ വർക്ക് ചെയ്ത് എടുക്കാൻ കുറേ സമയം എടുക്കും. ഇപ്പോൾ അങ്ങോട്ട് പോകാനൊരു വഴി കാണുന്നില്ല. ഇതിലൊന്നും ചവിട്ടി പോകാൻ പറ്റാത്തൊരു രീതിയിലാണ്. താഴ്ന്നു പോകുന്ന ഒരു ചളിയാണ്. എങ്ങനെ അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. അവിടെ കറക്റ്റായിട്ട് കാണിക്കണമെങ്കിൽ അങ്ങോട്ട് പോകാനേ വേണം. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇവിടെയും ചെയ്തെന്ന്. ഇവിടെ കുറച്ച് ഉയർത്തിയിട്ട്, ഈ ഭാഗം കുറച്ച് ഉയർത്തിയിട്ട് സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉയർന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതോ ഇനി എനിക്ക് അറിയാത്തതുകൊണ്ട് അറിയില്ല കേട്ടോ. അറിയുന്നവർ കമന്റ് ചെയ്യുക എന്താണ് എങ്ങനെ ചെയ്യുന്നത്. ഇവിടേക്ക് ഇങ്ങോട്ടൊക്കെ കുറച്ച് ഭാഗങ്ങൾ മുകളിൽ കഴിഞ്ഞിട്ടുണ്ട് വർക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. മണ്ണ് കൂട്ടിയിട്ട് കണ്ടില്ലേ, ഇവിടുന്ന് എടുത്ത മണ്ണാണ്. നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഈ വർക്ക് കൂടെ കംപ്ലീറ്റ് ആവാൻ സമയമെടുക്കല്. വെള്ളമൊക്കെ ഇവിടുന്ന് എടുത്ത് പോകുന്നുണ്ട്. കണ്ട അവിടെ ഒരു മോട്ടറൊക്കെ വെച്ച് മഴ അപ്പോഴേക്കും തുടങ്ങി. മഴ പെയ്താൽ പാടാണ്. ഇതുവഴി വെള്ളമൊക്കെ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണി വീണ്ടും സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. വേഗത്തിൽ വർക്ക് ചെയ്താൽ അവർക്കാണ് നല്ലത്. വർക്ക് ഡിലേ ആക്കിയാൽ വീണ്ടും അവർക്ക് 2 പണിയാവും. മഴ പെയ്താൽ ഈ തോട്ടിലേക്ക് വെള്ളം ഒഴുകും, അവിടെ സ്റ്റോപ്പാവും വർക്കൊക്കെ. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന തോടിൻ്റെ ഭാഗത്ത് ഒരു കോൺക്രീറ്റ് വാളൊക്കെ കൊടുത്തിട്ട് മുകളിൽ ഒരു ഭാഗമൊക്കെ അടച്ചു വെച്ചിരുന്നു. അതൊക്കെ പൊളിച്ച് പഴയ ഒരു തോടിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോവാം, അവിടുന്ന് കാണാം. ഇവിടുന്ന് ഒന്നുകൂടെ വിശദമായിട്ട് ഈ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ബീം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഇവിടെ ഒരു വലിയ ബീമുകൾ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ഭാഗങ്ങള്.
കുറെ വർക്കുകൾ ഇനിയും വരാനുണ്ട്. അവിടെ ആ ഭാഗത്തൊക്കെ ബീമുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാകുമ്പോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇങ്ങനെയാണ്. അവിടേക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ലോറിയിൽ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്യാനുള്ള തുടക്കമാണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു ക്രെയിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ആ ഭാഗത്ത് പോയി നോക്കാം. പഴയ തോടിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ പാലം പൊളിച്ച ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത് കാണാം. ഇവിടുന്ന് ഇങ്ങനെ ഈ വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. കുളപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ്. ഇനി തോടിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെ ഉണ്ടായതിൻ്റെ ഭാഗങ്ങളൊക്കെ നേരത്തെ തന്നെ ക്ലിയർ ചെയ്തിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് തോട്. തോടിൻ്റെ ഭാഗമൊക്കെ ആ ഭാഗങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ വേറൊരു ഡിസൈനിലായിരുന്നു. അതൊക്കെ പൊളിച്ച് ഒഴിവാക്കി അടിപൊളിയായിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. താഴോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്നുകൂടെ കല്ല് പതിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, മണ്ണ് കുത്തി ഒഴുകി പോവാതിരിക്കാൻ. വ്യക്തമായിട്ട് കാണുന്ന ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കൂരിയാട് ഇപ്പോൾ വർക്ക് നടക്കുന്ന ഭാഗങ്ങൾ കണ്ടില്ല. ഇവിടെ ഇങ്ങനെ കല്ല് പതിച്ച ഒരു ഭാഗങ്ങൾ കാണാം. വെള്ളം ഒഴുകി പോകാനുള്ള ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ പെയിൻറ്റിങ് നടക്കുന്ന ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ചുള്ള ഭാഗം ഇവിടെയാണ്. തോടിൻ്റെ മുകളിലാണ് ഈ ഇരുമ്പ് ഗർഡർ വരുന്നത്. ആ ഭാഗത്തേക്കും ഇങ്ങനെ കല്ല് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പാലത്തിൻ്റെ ഈ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെ ആയിരുന്നു ഒരു ചെറിയ തോടിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു പാലം. ആ പാലൊക്കെ ഒരു കട്ട് ചെയ്ത് ഒഴിവാക്കിന്ന്. കുറച്ച് ഭാഗം ബാക്കി ഇവിടെ വെച്ചിന്ന്. ഇപ്പോൾ വീണ്ടും ഇത് ഈ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലേ, നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ ഫിനിഷിങ് വർക്കുകൾ ചെയ്യുമെന്നാ തോന്നുന്നത്. ഇതാണ് ഇരുമ്പ് ഗർഡർ പാലം. ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ച ഭാഗം ഇവിടെയാണ്. ഇതാണ് കമ്പികളൊക്കെ പൊങ്ങി കിടക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്ന തോന്നുന്നത്. ഇവിടെ ക്ലിയർ ചെയ്യും. ഇവിടുന്ന് അതിന് വേണ്ടിയുള്ള ഗ്യാസ് കട്ടറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാ ഗ്യാസ് കുറ്റി, അതൊക്കെ ഗ്യാസൊക്കെ കൊണ്ടുവന്ന് വെച്ച് കാണുന്നുണ്ട്. തോടിൻ്റെ ഭാഗം വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് നോക്കാം. സൈഡിൽ അവിടെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാന്ന്. ആ കുളപ്പുറത്ത് നിന്ന് വരുന്ന ഭാഗം. ഇനി അധികം വർക്കുകൾ ഈ ഭാഗത്ത് കാണുന്നില്ല. ഇതിവിടെ ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ തന്നെ ഉള്ളൂ. അവിടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ കമ്പി പൊങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ കട്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഇനി മെയിനായിട്ട് ചെയ്യാനുള്ളത് ഇതാ ഈ ഭാഗത്തെ ഭാഗങ്ങളിലൊക്കെ പുട്ടിയിട്ട് ക്ലിയർ ചെയ്യാനും പെയിൻറ്റിങ് ആണ് ഉള്ളത്. ഇവിടെ നിന്നുള്ള ഈ കല്ലൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. കോൺക്രീറ്റ് കട്ടകളാണ്. ഇതൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായിട്ട് നമുക്ക് കാണാം. ഇതാണ് തോടിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം വരുന്നത്. ഇങ്ങനെയാണ്. ഇവിടെ ഇനി വെള്ളം ഒഴുകി പോകുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ. ആ തോടിൻ്റെ ഭാഗത്തേക്കൊക്കെ മണ്ണ് എടുത്ത് മാറ്റിയത് നമുക്ക് കാണാം. കണ്ടില്ല, ആ ഭാഗങ്ങളിലൊക്കെ മണ്ണ് നീക്കി തോടിനെ കുറച്ച് വലിപ്പമൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഈ പൊട്ടിച്ചെടുത്ത കട്ടകളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ നല്ല വീതി കൂട്ടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടുന്ന് എടുത്ത പഴയ കമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ അതാകണം ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലത്ത് കാണാം.
ബൈ ബൈ.